വ്യൂവേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നമ്മുടെ എക്സാമിലേക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ബാത്തൂസ് മംഗൽവാർക്കി എന്നത്. അപ്പോൾ ബാത്തൂസ് മംഗൽവാർക്കി എന്ന പാഠഭാഗം നിങ്ങൾ പഠിച്ചു കാണും. പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്ന വലിയൊരു ആശങ്കയിലായിരിക്കും അല്ലേ നിങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിന്ന് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒന്ന് പ്രധാനമായും ഡോക്ടർ രമണി അഡ്കുരിയെ കുറിച്ചൊരു ടിപ്പണി എഴുതാനാണ്. അപ്പോൾ എന്താണ് ടിപ്പണി എന്നറിയാമോ? ടിപ്പണി എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് നോട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡോക്ടർ രമണി അഡ്കുരിക്ക് ചരിത്രഗത വിശേഷതാവും പർ. ചരിത്രഗത വിശേഷത എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ്. ഇപ്പം നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറയില്ലേ, അതാണ് ടിപ്പണി ലിഖേ. അങ്ങനെ നമ്മൾ ക്യാരക്ടറിനെ കുറിച്ചൊരു ടിപ്പണി എഴുതാം. എന്താണ് ഡോക്ടർ രമണി അഡ്കുരിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്ത് സ്വഭാവ സവിശേഷതയാണ് അവർക്കുള്ളത്? നമ്മൾ പാഠഭാഗത്ത് പഠിച്ചത് എന്താണ് മക്കളെ? നമ്മൾ പഠിച്ചു അവർ കാടുകളിൽ പോയിട്ട് മറ്റു ഡോക്ടർമാരെ പോലെ ഫാനിൻ്റെയും AC-ൻ്റെയും താഴെ ഒരു ടേബിളും കറങ്ങുന്ന കസേരയിലും ഇരുന്ന് രോഗികളെ ചികിത്സിച്ച് ഫീസ് വാങ്ങുന്ന ഒരു ഡോക്ടറല്ല, മറിച്ച് കാടുകളിലൊക്കെ ചെന്ന് ആദിവാസി മേഖലയിലുള്ള ചെറിയ ഗ്രാമങ്ങളിലുള്ള ആളുകളെ സൗജന്യമായി ചികിത്സിക്കുകയും അവർക്ക് വേണ്ട മരുന്നുകൾ നൽകുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയായ ആരോഗ്യ പ്രവർത്തകയാണവർ എന്നാണ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചത്. അപ്പോൾ നമുക്ക് ആ വിഷയങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡോക്ടറെ കുറിച്ച് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഡോക്ടർ രമണി അഡ്കുരി സാമുദായിക സ്വാസ്ഥ്യ ചികിത്സക് ഹെ അല്ലെ, അവരൊരു ആരോഗ്യ പ്രവർത്തകയാണ്. ഒഡീസ, മധ്യപ്രദേശ് और छत्तीसगढ़ के आदिवासी इलाकों में पिछले 20 सालों से എന്തൊക്കെയാ പറയുന്നത് നോക്കൂ മക്കളെ. ഒഡീസ, മധ്യപ്രദേശ് और ഛത്തീസ്ഗഡ്, ഈ മൂന്ന് സ്ഥലങ്ങളിലുമുള്ള മേഖലകളിലാണ് ഇവരെന്താക്കുന്നത്? പ്രധാനമായും സേവനം അനുഷ്ഠിക്കുന്നത്. ആദിവാസി ഇലാക്ക എന്ന് പറഞ്ഞാൽ ആദിവാസി മേഖലയിൽ. സ്വാസ്ഥ്യ എന്ന വാക്കിൻ്റെ അർത്ഥം ആരോഗ്യം എന്നാണ് കേട്ടോ. അപ്പം ആരോഗ്യ രംഗത്ത് പിച്ചിലെ 20 സാൽ, പിച്ചിലെ എന്ന് പറഞ്ഞാൽ മക്കളെ കഴിഞ്ഞ, 20 സാൽ വർഷം, 20 വർഷത്തോളം കാര്യരത് ഹേ പ്രവർത്തിച്ചു വരുന്നു. സ്വാസ്ഥ്യ കാര്യകർത്താവോ എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകർ. ദായിയോ എന്ന് പറഞ്ഞാൽ വയറ്റാട്ടികളാണ്. നഴ്സോങ്കോ പ്രശിക്ഷൺ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് നൽകുന്നു. പ്രശിക്ഷൺ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കും ഈ വയറ്റാട്ടികളായിട്ടുള്ള ആളുകളില്ലേ, പ്രസവമൊക്കെ എടുക്കുന്ന, അപ്പോൾ ഇങ്ങനെ കാടുകളിലുള്ള ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവർ ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ എന്തിനാണ് ട്രെയിനിങ് നൽകുന്നത്? ഈ കാടിനകത്തുള്ള ആളുകൾക്കൊക്കെ നല്ല ചികിത്സ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് അവിടെ ഹോസ്പിറ്റലുകളൊന്നും അത്ര സൗകര്യപ്രദമല്ലല്ലോ. അതുകൊണ്ടാണ് വയറ്റാട്ടികൾക്കും ഒക്കെ അവർ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്ത് അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് പോലെ കുറച്ച് ആളുകളെ സജ്ജമാക്കിയിരിക്കുന്നത്. आज अधिकतर डॉक्टर फीस के अलावा प्रयोगशाला, फार्मसी आदि के मालिक से मिलकर कमीशन भी लेते हैं. എന്ന് വെച്ചാൽ ഇന്നത്തെ അധിക ഡോക്ടർമാരും എങ്ങനെയാണ്? ഫാർമസിയിലുള്ളവരടുത്തുനിന്നും പിന്നെ പ്രയോഗശാല, നമ്മുടെ ലാബാണ് പ്രയോഗശാല. അപ്പോൾ ലാബിൽ നിന്നും ഫാർമസിയിൽ നിന്നൊക്കെ കമ്മീഷൻ വാങ്ങുന്ന ഡോക്ടർമാരാണ് ഇന്നുള്ളത്. ഇസ്കെ വിപരീത്, ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഘനേ ജംഗിൾ എന്ന് പറഞ്ഞാൽ കൊടും കാടുകൾക്കിടയിൽ പോയിട്ട് സഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര ചെയ്ത്, പൈതൽ നടന്ന്, നദി പാർക്കർ നദിയൊക്കെ കടന്ന് ക്രോസ് ചെയ്ത്, ഗരീബ് ലോഗോങ്കോ ദരിദ്രരായ ആളുകളെ ജോ ഫീസ് ബി നഹി ദേ സക്തെ, ഫീസ് പോലും നൽകാൻ കഴിയാത്ത ആളുകളെ ऐसे ഇലാജ് കർന എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സിക്കുക.
सबको संभव नहीं है, എല്ലാവർക്കും സംഭവ്യമല്ല. इन सब से कहते हैं कि रमणी अटकूरी जैसे महिला समाज की बड़ी उपलब्धि है. സമൂഹത്തിന് വലിയ നേട്ടമാണ്. ഉപലബ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? നേട്ടം. നേട്ടമാണ്. ആര്? രമണി അട്കൂരിയെ പോലുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത്. നമ്മുടെ സമാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹം, സൊസൈറ്റി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ അർത്ഥത്തോടു കൂടി നിങ്ങൾ ആൻസർ പഠിക്കുക. എന്നിട്ട് എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഒന്നുകൊണ്ടും പതിച്ചു നിൽക്കാതെ നല്ല സുഖമായി നല്ല പഠിച്ചു വെച്ചത് എഴുതുക. എന്നിട്ട് 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. പലപ്പോഴും 4 പോയിന്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണും. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ എന്താക്കും? നിങ്ങൾക്ക് ഇത് എഴുതാൻ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഓർമ്മ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മാൻ ലേ ആപ് ഡോക്ടർ രമണി അട്കൂരി സെ മിൽനെ ഗയേ. നിങ്ങൾക്ക് ഡോക്ടർ രമണി അട്കൂരിയെ കാണാൻ ഒരു അവസരം കിട്ടി. അപ്നെ അനുഭവം കോ ഡയറി കെ രൂപമേ ലിഖേ. നിങ്ങളോടാണ് ചോദ്യം. നിങ്ങളുടെ അനുഭവങ്ങളെ ഡയറിയുടെ രൂപത്തിൽ എഴുതൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതും അല്ലേ? ആജ് മേ ജംഗിൾ മേ ഏക് ഡോക്ടർ കോ ദേക്ക. നിങ്ങളാണ് കേട്ടോ. ആജ് മേ ഞാൻ, ജംഗിൾ മേ, ജംഗിൾ എന്താണ്? കാട്. കാട്ടിൽ ഏക് ഡോക്ടർ കോ ദേക്ക. ദേക്ക കണ്ടു. ഉസ്കാ നാം ഡോക്ടർ രമണി അട്കൂരി ഹെ. ഡോക്ടർ രമണി സാമുദായിക സ്വാസ്ഥ്യ ചികിത്സക് ഹെ. ദൽ ഒഡീസ, മധ്യപ്രദേശ് ഓർ ഛത്തീസ്ഗഡ് കെ ആദിവാസി ഇലാക്കോമേ. നേരത്തെ നമ്മൾ എഴുതിയ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇലാക്കോമേ പ്രാഥമിക സ്വാസ്ഥ്യമേ പിച്ചിലെ 20 സാലോं से कार्यरत है. പ്രവർത്തിക്കുന്നു. പിന്നെ വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ സ്വാസ്ഥ്യ കാര്യകർത്താവോ ദായിയോ വ നഴ്സോं को प्रशिक्षण भी दे रही है. घने जंगल के बीच सफर कर पैदल नदी पार कर गरीब लोगों को जो फीस भी नहीं दे सकते उन्हें इलाज करना समाज के ज़्यादा लोगों से गुण नहीं है. यही गुण ही उन्हें अलग करते हैं. അപ്പോൾ ഇത് നമുക്കൊരു ഡയറി ആണല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ ദിൻ താരീഖ് എഴുതാൻ നിങ്ങൾ മറക്കരുത് മക്കളെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡയറി എഴുതുന്നു. നമ്മുടെ കാര്യമാണ്. അപ്പോൾ ആജ് മേ, ജംഗിൾ മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു അല്ലേ? അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യാൻ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിക്കണം. അപ്പോൾ ഒരു ചാപ്റ്റർ തന്നെ ഏകദേശം നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി പാഠഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമ്മുടെ മാരത്തോൺ ലൈവ് ക്ലാസ്സിൽ എല്ലാ ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്നിട്ട് ലൈവ് ക്ലാസ്സുകളിൽ കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്യുക. ബൈ.